പോസിറ്റീവായിട്ടുള്ള ഒരു ഡിസ്കഷൻ നമ്മുടെ നാടിനെ കുറിച്ച്, നമ്മുടെ നാടിൻ്റെ ഭാവിയെക്കുറിച്ച്, നമ്മുടെ കുഞ്ഞുങ്ങളെക്കുറിച്ച്, വരാനിരിക്കുന്ന തലമുറയെക്കുറിച്ച്, 10 കൊല്ലം കഴിഞ്ഞാൽ 2036 കേരളം എന്താണ് എന്ന് പറഞ്ഞതിനെ കുറിച്ച് ചർച്ച ചെയ്യണം. എന്തായിരിക്കണം കേരളം എന്നതിനെ കുറിച്ചുള്ളൊരു ഗൗരവതരമായ ചർച്ച പൊതുമണ്ഡലത്തിൽ വരണം. ആ കാര്യത്തിൽ മാധ്യമങ്ങൾ ഒരു വലിയ പങ്ക് വഹിക്കണം എന്നാണ് എൻ്റെ വിനയപൂർവമായ അഭ്യർത്ഥന. ഇത് മാധ്യമ വിമർശനമല്ല. എല്ലാവർക്കും അറിയാം, ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും അറിയാം, ഇത് കൈകാര്യം ചെയ്യുന്നവർക്കും അറിയാം, ഇത് മാനിപ്പുലേറ്റ് ചെയ്യുന്നവർക്കും അറിയാം, എല്ലാവർക്കും അറിയാം. പക്ഷേ നമ്മുടെ നാട് കൂടെ ഉണ്ടാകണം. പയനിയറിൻ്റെ പാരമ്പര്യം അതാണ്, പയനിയറിൻ്റെ ലെഗസി അതാണ്. അങ്ങനെ നിലപാടെടുത്തിട്ടുള്ള ഒരു പത്രം എന്ന നിലയിൽ ആ ഒരു പുതിയ സംസ്കാരം കേരളത്തിലേക്ക് കൊണ്ടുവരാനും അത് ചർച്ചയാകാനും പയനിയർ കേരള എഡിഷൻ കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എല്ലാ നന്മകളും നേരുന്നു. നേരത്തെ ഗോപികൃഷ്ണൻ സ്വാഗതത്തിൽ പറഞ്ഞതുപോലെ മലയാളിക്ക് എല്ലാവർക്കും ഇംഗ്ലീഷ് അറിയാം. ഒരു ടൂറിസം വന്ന ഒരു കാര്യം വിഷമിക്കേണ്ട ആവശ്യമില്ല. ഇംഗ്ലീഷ് പറഞ്ഞാൽ എല്ലാ മലയാളിക്കും മനസ്സിലാവും. മലയാളി കൂടുതൽ ഇംഗ്ലീഷ് പത്രങ്ങളും ഒക്കെ വായിക്കട്ടെ. കാരണം വിശ്വപൗരനാണ് മലയാളി. എവിടെയും പോകണം, ലോകത്ത് എവിടെയും പോകേണ്ടവരാണ്. അപ്പോൾ കൂടുതൽ ഭാഷകൾ പഠിക്കണം. ഇപ്പം നമ്മൾ എല്ലായിടത്തും ജർമ്മൻ ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ്. ഇപ്പം ഇറ്റാലിയൻ വരാൻ പോവാണ്. അവസാനം മലയാളി 10-12 ഭാഷ സംസാരിക്കുന്ന വിശ്വപൗരനായി മാറുന്ന കാലം അനധിവിദൂരമല്ല, ഇപ്പം തന്നെ ആയി തുടങ്ങി.